അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശം ഉണ്ടായിട്ടുണ്ടോ? ഈ നേരത്തെ പറഞ്ഞു, എന്നാലും ഒരു സന്യാസം എന്ന് പറഞ്ഞ പോലെ അങ്ങേക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശമുണ്ടെന്ന് വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഈ ഇതിനെപ്പറ്റി പറയാറ് സാധാരണ നിസ്സാരമായുള്ള സംസാര സാഗരം എന്നാണ്. അതെ. അപ്പം അങ്ങനെയൊരു തോന്നലാണ് ആ ചെറുപ്പകാലത്ത് എനിക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആ സ്വാധീനം എന്നിലുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഭൂതപ്രേത പിശാചുക്കളെ പറ്റി ഭയങ്കര വിശ്വാസമായിരുന്നു. ആ സമയത്ത് ലൈറ്റോ അങ്ങനെയൊന്നും അധികം ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ പിന്നെ ഞാൻ MLA ആയിരിക്കുമ്പോൾ പോലും ഇല്ല. അങ്ങനെയൊരു കാലമാണത്. അങ്ങനെയൊരു അവസ്ഥയാണ്. രാത്രി ആയാൽ പിന്നെ ഇരുടല്ലേ എല്ലാ സ്ഥലത്തും. അപ്പോൾ എവിടെയും ഏത് ഭൂതവും പ്രേതവും പ്രത്യക്ഷപ്പെടാം. അതൊക്കെ പിന്നെ ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരുകയല്ലേ, അതനുസരിച്ച് മാനസിക വളർച്ചയും വരികയല്ലേ. അത് പിന്നെ ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ് ബോധപൂർവ്വം.